നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓണം സീരീസിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മെഴുക്കുവരട്ടി. എന്ത് മെഴുക്കുവരട്ടി? കോവയ്ക്ക മെഴുക്കുവരട്ടി. അപ്പൊ കോവയ്ക്ക മെഴുക്കുവരട്ടി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി സിമ്പിൾ വേർഷൻ ആണ്. മുളക് പൊടിയൊന്നും ഇല്ലാതെ ഇപ്പൊ ജാൻചേട്ടന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പച്ചമുളകൊക്കെ ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതേസമയം രുചികരമായിട്ടുള്ള മെഴുക്കുവരട്ടി. ഓണമായിട്ട് 2-3 കറികളും 2 പായസം ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാല് ഇന്ന് എന്റെ പിറന്നാളാണ്, ചിങ്ങമാസത്തിലെ മകം. അപ്പൊ അതുകൊണ്ടാണ് ഈ വേഷം കെട്ടിയൊക്കെ വന്നിരിക്കുന്നത്, മുല്ലപ്പൂവൊക്കെ വെച്ച് വന്നിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി കഴിഞ്ഞു പോയി, ഓഗസ്റ്റ് 23-ാം തീയതി ആയിരുന്നു. അപ്പൊ രാവിലെ എണീറ്റപ്പോ ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ അമ്മ പോയതിനു ശേഷം മകൻ നക്ഷത്രമൊന്നും ഓർക്കാറില്ല. അമ്മയ്ക്ക് ഓർമ്മയുള്ള സമയത്ത് അമ്മയാണ് ഓർത്ത് എന്നെ വിളിക്കാറുള്ളത്, അമ്പലത്തിൽ പോകാറുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് അമ്മ പോയതിനു ശേഷം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് പേര് എന്റെ കൂടെ ഉണ്ട്, ഒരുപാട് ആന്റിമാരും സഹോദരിമാരും ഒക്കെ അത് ഓർക്കുന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ പോലെ തന്നെ ഫ്യൂച്ചറിലും ഷൂട്ട് ചെയ്യാമെന്ന്. അതായത് എന്നെയും കൂടി എടുത്തിട്ട് പിന്നെ അടുത്ത 2 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ പറയണേ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പഴയ പോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നമുക്ക് ഈസി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രം വെക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. സവാള എന്ന് പറയുന്നത് 1.5 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പൊ പച്ചമുളക് എന്ന് പറയുന്ന പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ചിലപ്പോ നല്ല എരിവുള്ള പച്ചമുളകിന് 4 എണ്ണൊക്കെ മതിയാവും. അതേസമയം എരിവില്ലെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കൂട്ടി കൊടുത്തോണ്ടിരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കൂടെ കാന്താരി മുളക് വളരെ നന്നായിരിക്കും. കാന്താരി മുളക് ആണെങ്കിലും ഒരു 6-7 ഇട്ടാൽ മതിയാവും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സവാള ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചമുളകും എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വാഴി വരുന്ന സമയത്താണ് നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, ഇത്ര ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്, ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കരുത്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്ന സമയത്തോടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാം കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. നോർമലി ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഇളയ കോവയ്ക്കാണ് എടുക്കാറുള്ളത്. പക്ഷെ ഞാനിവിടെ കോവയ്ക്ക വാങ്ങിച്ച് നോക്കുമ്പോൾ ഒരു 4-5 എണ്ണം മാത്രമേ അങ്ങനെയുള്ളൂ. ബാക്കിയൊക്കെ പഴുത്ത തന്നെയാണ്. അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നാട്ടിലാണെങ്കിൽ പിന്നെയും നമ്മുടെ വീട്ടിൽ നല്ലോണം കോവയ്ക്കുള്ള കാരണം പറ്റുമായിരുന്നു. ഇപ്പോൾ എപ്പോൾ വാങ്ങിച്ചാലും ഇങ്ങനെ തന്നെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പഴുത്തതും കൂടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കോവയ്ക്ക് ഞാനിവിടെ ഇങ്ങനെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരുപാട് തിന്നാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ കുക്കാവാൻ ഒരുപാട് സമയം പിടിക്കുകയെ. വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർത്ത ശേഷം പച്ചമണം മാറുന്ന വരുന്ന വാട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതാണ് പരിപാടി, ഇത്രേ ഉള്ളു പരിപാടി. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ്. ജാൻചേട്ടൻ മുളക് പൊടി ഉപേക്ഷിച്ചു, എല്ലാത്തിലും പച്ചമുളക് ആക്കി ജാൻചേട്ടനും അച്ഛനും ഒക്കെ. അപ്പൊ അത് കാരണം ഇങ്ങനത്തെ റെസിപ്പീസാണ് ഇപ്പൊ ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കാൻ മറക്കരുത്, അടി പിടിക്കാൻ പാടില്ല. ഇപ്പൊ തൽക്കാലം നമുക്ക് അടച്ചു വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് വീണ്ടും ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഒന്നും കൂടെ ആവാനുണ്ട്. ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നന്നായി കുക്കായതിനു ശേഷം നമുക്ക് അങ്ങ് വരട്ടിയെടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാൻ മറക്കരുത്. എരിവൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം തെളിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട്, കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിന് ഉലർത്തിയെടുക്കാം. അതിൻ്റെ സൈഡ് ഒന്നൊരു ബ്ലാക്ക് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതങ്ങ്
വഴറ്റിയെടുക്കാം. അപ്പോഴാണ് ആ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ പച്ചമുളകിൻ്റെയും ആ സവാളയുടെയും കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇതിങ്ങനെ അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം ഇതങ്ങ് ജസ്റ്റ് ഒന്ന് ഉലർത്തിയെടുക്കുക. ഇത്രേ ഉള്ളൂ. നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഒന്ന് വെച്ചിട്ട് ഇതങ്ങ് ഉലർത്തിയെടുക്കാം. അതിൻ്റെ സൈഡ് ഒന്നൊരു ബ്ലാക്ക് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോഴാണ് ആ റിയൽ. അപ്പോൾ ഈ കളർ ആവുന്ന വരെ ഞാൻ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് സ്റ്റവ് ആയതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ സമയം എടുക്കും. അതേസമയം നമ്മൾ സാധാരണ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ ലോ ടു മീഡിയത്തിൽ ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് വരുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായി കുക്കായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം അടച്ചു വെച്ചിട്ട് നന്നായി കുക്കായതിനു ശേഷം മാത്രം ഇതുപോലെ നമുക്കങ്ങ് വരട്ടിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രുചി നോക്കുക, ഉപ്പും എരിവും ഒക്കെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കിത് ചെയ്യേണ്ടത് കേട്ടോ. 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഒരു കളറിൽ വരുന്ന സമയത്ത് അങ്ങ് ഓഫ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈസി പീസി ടേസ്റ്റി, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രം ചേർത്തിട്ടുള്ള മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഞാൻ ഓഫ് ചെയ്തേ. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിതിൻ്റെ കൂടെ ചീരപ്പച്ചടിയും അതുപോലെ തന്നെ ചെറുനാരങ്ങ കിച്ചടിയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പി ചീരപ്പച്ചടി ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേസമയം ചെറുനാരങ്ങ കിച്ചടി പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇതേപോലെ തന്നെ എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഓണർ റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ഇപ്പോഴേ തന്നെ എന്താണ് സദ്യയിൽ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയുടെ രുചിയൊന്ന് നോക്കിയാലോ. സൂപ്പറായിട്ട് കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും എരിവും പാകത്തിനാണ്. സൂപ്പറായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് സെർവ് ചെയ്യാം. ഇതിപ്പോ ഇതില് തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ഇടാം കേട്ടോ. തേങ്ങാക്കൊത്ത് നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ട് വീതിയിൽ സ്ലൈസ് ചെയ്യില്ലേ നമ്മൾ, അതിനുശേഷം ഇതിലിട്ട് വഴറ്റി കൊടുത്താൽ മതി. അതും നല്ലതാണ്. പക്ഷെ ഇവിടെ ജാൻചേട്ടനൊന്നും തേങ്ങാക്കൊത്ത് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവർ അത് ചേർത്തോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ കറി, നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.